ആ വീട്ടിലുള്ള നിദ്രയുടെ പിന്നീടുള്ള ദിനങ്ങൾ മുമ്പത്തേതിനേക്കാൾ അതികഠിനമായി തീരുകയായിരുന്നു. ജീവിക്കുവാനുള്ള ആഗ്രഹങ്ങൾ പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പലപ്പോഴും ജീവിതം അതിദുസ്സഹായമായി തുടർന്നപ്പോൾ നിദ്ര ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെയൊരു അസ്തിത്വം കൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്നാണ് നിദ്ര ചിന്തിച്ചത്. മുന്നോട്ട് ജീവിക്കാൻ ഒരു തരിവട്ടം പോലും കാണാതെ തുടരുന്ന ദിനങ്ങൾ ഏവരാലും വെറുക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരണമായിരുന്നു അവൾക്ക് അഭികാമ്യം. എങ്കിലും മരിക്കാനുള്ള ഭയം കൊണ്ട് മാത്രമായിരുന്നു അവൾ അവിടെ തുടർന്നു പോകുന്നത്. സത്യഭാമയും ദേവയാനിയും ശരണിയും എല്ലാം ചേർന്ന് അവളെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിച്ചു തീർക്കുകയായിരുന്നു. കോരിച്ചൊരിയൊഴുന്ന മഴ ദിവസങ്ങളായിരുന്നു അവിടുന്ന് അങ്ങോട്ട്. നിദ്ര അതിരാവിലെയുള്ള പണികളിൽ വ്യാപൃതയായിരുന്നു. ഭക്ഷണം തയ്യാറാക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അവൾ ഒഴികെ എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നു. നിദ്ര കഴിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് കഴുകി അതിലേക്ക് പുട്ടും കടലയും എടുത്തു വെച്ചു. പണികൾക്കിടയിൽ മുഷിഞ്ഞ് നാറുന്നുണ്ട് എങ്കിലും അവൾക്ക് അന്നേ ദിവസം വിശപ്പ് അധികമായി തോന്നി. സാധാരണ കുളി കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം പതിവുള്ളൂ. പണികളുടെ കാഠിന്യം കൊണ്ട് തന്നെയാകണം ആ മഴയിലും നിദ്ര വിയർത്തൊലിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ വാതിൽ ചാരിന്ന് പാത്രത്തിലേക്ക് കൈവച്ചതേ ഉള്ളൂ. അമ്മേ, ഓടിങ്ങ് വന്നേ, ഒരു കള്ളിപ്പൂച്ച ഇവിടെ കട്ട് തിന്നുന്നു. അമർത്തി ചിരിച്ചുകൊണ്ട് എന്തോ കള്ളത്തരം പിടിച്ച മട്ടിൽ പിന്നിൽ നിന്നും ശരണ്യെ വിളിച്ചു കൂവിയപ്പോൾ നിദ്ര തട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നിന്നു. ഓടിപ്പിടഞ്ഞുകൊണ്ട് അടുക്കള പുറത്തേക്ക് വരുന്ന സത്യഭാമ കാണുന്നത് കയ്യിൽ ഭക്ഷണം നിറച്ച പ്ലേറ്റുമായി നിൽക്കുന്ന നിദ്രയെ ആയിരുന്നു. അവരൊരു പുച്ഛച്ചിരിയോടെ അവളെ അവജ്ഞപൂർവ്വം നോക്കി. നിദ്രയുടെ തല താഴ്ന്നു പോയിരുന്നു. അയ്യടി, ഇവിടുത്തെ പണിയൊക്കെ കഴിയാതെ നീ അങ്ങ് സുഖിച്ചിരുന്ന് തിന്നാമെന്ന് കരുതിയോ? ഇങ്ങ് താടി. അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് സത്യഭാമ അവളെ നോക്കി ആക്രോശിച്ചു. നിദ്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇവരൊക്കെ എന്തിനാണ് ഇത്രയും തന്നെ ദ്രോഹിക്കുന്നത്? ഇത്തിരി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ തലകറങ്ങി വീഴും ചെറിയമ്മേ. ഇന്നെനിക്ക് വല്ലാതെ ക്ഷീണമുണ്ട്. എന്താണെന്നറിയില്ല. പനിക്കാൻ വരുന്നുണ്ടോ എന്ന് നിദ്രയ്ക്ക് സംശയമുണ്ടായിരുന്നു. ഓ, ഒരു തമ്പുരാട്ടി, 2 പണിയെടുത്ത അവളുടെ നട്ടെല്ലാം അങ്ങ് തേഞ്ഞു പോകും. എങ്കിൽ പിന്നെ നീ ഇന്ന് കഴിക്കേണ്ട. സത്യഭാമ വാതിൽ തുറന്നുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് പാത്രത്തിലിട്ടിരുന്ന പുട്ട് വീശിയെറിഞ്ഞു. അത് അവൾക്കുള്ള ഭക്ഷണമായിരുന്നത് കൊണ്ട് ഇനി ആ വീട്ടിൽ പ്രഭാത ഭക്ഷണം ബാക്കിയൊന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. നിദ്ര അത് കണ്ട് ഞെട്ടിപ്പോയി. കാണുന്ന വയറമർത്തി പിടിച്ചുകൊണ്ട് നിദ്ര ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടതോടെ ദേഷ്യത്തിൽ കയ്യിരുന്ന പ്ലേറ്റ് സിങ്കിലേക്ക് ശബ്ദത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് സത്യഭാമ അവളെ നോക്കി. ശരിയാണമ്മേ, ഇന്ന് അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ട്. അടക്കി ചിരിയോടുകൂടി ശരണ്യ പറയുന്നത് കേട്ടപ്പോൾ സത്യഭാമ മോളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിപ്പോയി. അല്ല, ഇനി എങ്ങാനും അവൾക്ക് വല്ല വയറ്റിലുണ്ടോ എന്ന് ആർക്കറിയാം. കണ്ടവന്മാരുടെ കൂടെയൊക്കെ കിടന്നു നിരങ്ങി വരുന്നതല്ലേ, അതാകും ഇത്ര ക്ഷീണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മയുടെ നോട്ടം കണ്ട് ശരണ്യ പറഞ്ഞപ്പോൾ സത്യഭാമയുടെ മുഖം ഒരുപോലെ തെളിയുകയും ഇരുളുകയും ഉണ്ടായി. നിദ്ര അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു. ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കാൻ അമ്മയേക്കാൾ കഴിവ് മക്കൾക്ക് തന്നെയാണ്. ശരണ്യയ്ക്ക് പണ്ടേ നിദ്രയോട് അസൂയയായിരുന്നു. തന്നേക്കാൾ ഭംഗിയും നിറവും മുടിയും എല്ലാമുള്ള നിദ്രയെ പലപ്പോഴും അസൂയ കണ്ണുകളോടെയാണ് ശരണ്യ നോക്കിയിട്ടുള്ളത്. ശരണ്യ എത്രയ്ക്ക് പുട്ടിയടിച്ചു വന്നാലും അവളുടെ ഏഴലത്തെത്താൻ കഴിയുമായിരുന്നില്ല. പണിയെടുത്ത് വിയർത്ത് വിളറിയിരിക്കുന്ന നിദ്രയായിരിക്കും അപ്പോഴും അവളേക്കാൾ സുന്ദരി. അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും ഇവളുടെ അന്ത്യം. വിരൽ ചൂണ്ടിക്കൊണ്ട് സത്യഭാമ പറഞ്ഞപ്പം നിദ്ര വിറച്ചുപോയി. എങ്കിലും അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുകയായിരുന്നു. അവരുടെ കൈ കൊണ്ടെങ്കിലും മരിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഇവൾ പറഞ്ഞത് നേരാണോടി? നിനക്ക് വയറ്റിലെങ്ങാനും ഉണ്ടോ ഇനി? സംശയത്തോടുകൂടി സത്യഭാമ ചോദിക്കുമ്പോൾ അപമാനഭാരം കൊണ്ട് നിദ്ര നിന്ന് ഉരുകുകയായിരുന്നു. പൊട്ടിക്കരച്ചിലോടുകൂടി നിദ്രയില്ലെന്ന് തലയാട്ടി അവരൊന്ന് കനത്തിൽ മൂളി. എങ്കിൽ പോയി നിലം തുടക്കാൻ നോക്കടി, നോക്കി നിൽക്കാതെ. അവളങ്ങ് നിന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാ. സത്യഭാമ അവളെ നോക്കി അലറി. വേറൊരു നിവൃത്തിയുമില്ലെന്ന് കണ്ട് നിദ്ര വേഗത്തിൽ ചായ്പിലുള്ള ബക്കറ്റ് എടുത്ത് പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടു. പൈപ്പിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ആ വീട്ടിൽ മുഴുവൻ ലൈൻ പൈപ്പിലെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും വെള്ളം കുറവായിരിക്കും ലഭിക്കുക. മഴയായിട്ട് കൂടി അന്ന് തീരെ വെള്ളമില്ലാത്ത ദിവസമായിരുന്നു. പാത്രം കഴുകലോടുകൂടി പൈപ്പിൽ നിന്നുള്ള വെള്ളം വരൽ നിലച്ചിരുന്നു. എന്നപ്പോഴാണ് നിദ്ര ഓർക്കുന്നത്, നിദ്രയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വീടിനകത്തേക്കുള്ളൊരു കണക്ഷനിലും അവർ കിണറ്റിൽ നിന്നും ഉള്ള വെള്ളം ഉപയോഗിച്ചിരുന്നില്ല. പുറത്തേക്ക് പോയി കിണറ്റിൽ നിന്നും കോരിയെടുക്കുകയാണ് പതിവ്.
അങ്ങനെ വെള്ളമില്ലാത്ത ദിവസങ്ങൾ ചിലപ്പോൾ നിദ്ര തന്നെ. അവിടെ എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളം കിണറ്റിൽ നിന്നും കോരിക്കൊടുക്കുമായിരുന്നു. കുളിക്കാനും കുടിക്കാനും അലക്കാനും എന്ന് വേണ്ട നിലം തുടയ്ക്കാനും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലുമുള്ള വെള്ളം കിണറ്റിൽ നിന്നും തന്നെ കോരണമായിരുന്നു. ചെറിയമ്മേ, പൈപ്പിൽ നിന്നും വെള്ളം വരുന്നില്ല. പൈപ്പിൽ നിന്നും വെള്ളം വരുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിഞ്ഞൂടെ? പക്ഷേ ഈ മഴ. ഇരച്ചു കുത്തി പെയ്യുന്ന മഴയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിദ്ര പകച്ചു നിന്നുപോയി. ഓ പിന്നെ ഒരു മഴ. അങ്ങോട്ട് ഇറങ്ങിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് തുടയ്ക്കാൻ നോക്കടി. ഓരോരോ കാരണങ്ങളും ഉണ്ടാക്കി വന്നേക്കും അവൾ. നിർദ്ദേശം നൽകിക്കൊണ്ട് മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ സത്യഭാമ ശരണ്യയുമായി അടുക്കളയിൽ നിന്ന് പോയി. മറ്റൊരു വഴിയുമില്ലാതെ കോരിച്ചൊരിയുന്ന മഴയിലേക്ക് ബക്കറ്റുമായി നിദ്ര ഇറങ്ങി. കുടയെടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. വെള്ളം കപ്പിയിൽ വലിച്ചെടുക്കുമ്പോൾ കുട താഴെ വെക്കേണ്ടി വരും. എന്തായാലും നനയണം. ആ കിണറിൻ്റെ അകത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ നിദ്രയ്ക്ക് പെട്ടെന്ന് മനസ്സിലൊരാശയമുണ്ടായി. ഒരു നിമിഷ നേരം പോലും പാഴാക്കാതെ അവൾ അതിലേക്ക് എടുത്തു ചാടി. അവളുടെ അലർച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ശരണ ഞെട്ടിപ്പോയിരുന്നു. അമ്മേ, അവൾ നമുക്ക് പണിയുണ്ടാക്കി. അവൾ കിണറ്റിലേക്ക് ചാടി. അമ്മ വേഗം വാ. ശരണ്യ വിളിച്ചു കൂവുന്നത് കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ സത്യഭാമ ഞെട്ടിധരിച്ചു പോയി. അവൾ അത്തരത്തിലൊരു പണി ചെയ്യുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മഴയിലേക്ക് എടുത്ത് ചാടി കിണറിൻ്റെ വക്കത്തുനിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു ഊഹവും കിട്ടിയില്ല. നിദ്ര മുങ്ങി താഴുകയായിരുന്നു അതിൽ. ആ സമയത്തായിരുന്നു ഒരു വലിയ ആഡംബരക്കാർ വീടിൻ്റെ മുറ്റത്ത് കുതിച്ചു പാഞ്ഞു വന്നെത്തിയത്. ഒരു സഹായത്തിനായി അലറി കൂവി അവർ അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് അവർ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പാഞ്ഞു ചെന്ന സത്യഭാമയും ശരണ്യയും കണ്ടത് രുദ്രൻ്റെ അച്ഛനും അമ്മയും ഒരു കുടയും ചൂടിക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതായിരുന്നു. ശരൺ ടിവിയിൽ അവരെ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അവരെ വ്യക്തമായും പിടിയിട്ടിരുന്നു. ശരണ്യ സത്യഭാമയോടും അവരാണെന്ന് പറഞ്ഞുകൊടുത്തു. രുദ്രൻ അവർക്കൊപ്പം ഇല്ലായിരുന്നു. ഗായത്രി ദേവിയുടെ ആഗ്രഹപ്രകാരം വിവാഹം ഉറപ്പിക്കാൻ വന്നതായിരുന്നു അവർ. അയ്യോ, വേഗം വരണേ. എൻ്റെ മോളെടുത്ത് കിണറ്റിലേക്ക് ചാടി. നാട്ടുകാരെ ഒന്ന് ഓടി വരണേ. സത്യഭാമ ഉറക്കെ വിളിച്ചലറിയപ്പോൾ കാതിൽ വീണ വാർത്ത കേട്ട് ഞെട്ടിപ്പോയിരുന്നു അവർ ഇരുവരും. കുടയെല്ലാം കാറ്റിൽ പറന്ന് വീണും വകവയ്ക്കാതെ അവർ ഡ്രൈവറോട് കൂട്ടി വേഗത്തിൽ കിണറ്റിനരികിലേക്ക് ചെന്നു. മുങ്ങിത്താഴുന്ന നിദ്രയുടെ ശിരസ്സുയർന്ന് താഴുന്നത് ഭയത്തോടെ അവർ കണ്ടു നിന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ രക്ഷാപ്രവർത്തനം അതികഠിനമായിരുന്നു. ഓടിക്കൂടിയതിൽ ഒരാൾ ഒരു വലിയ വടം പോലുള്ള കയർ അയൽവക്കത്ത് നിന്നും കൊണ്ടുവന്ന് ഡ്രൈവർ തന്നെ ഇറങ്ങുകയായിരുന്നു കിണറ്റിലേക്ക്. അയാൾ ഒരു ആരോഗ്യ ദൃഢനായ ചെറുപ്പക്കാരനായിരുന്നു. അയൽക്കാർ പലരും വിവരമറിഞ്ഞ് അവിടെ കൂടിയിരുന്നു. വഴുക്കുള്ള കിണറ്റിലെ റിങ്ങുകളിൽ ചവിട്ടി കയറിൽ തൂങ്ങിയാണ് അയാൾ ഇറങ്ങിയത്. പലപ്പോഴും അയാൾക്ക് നിലതെറ്റി. അയാളുടെ നെഞ്ചിനൊപ്പം വെള്ളം നിറഞ്ഞിരുന്നു കിണറ്റിൽ. ഒരു വിധത്തിലാണ് ഡ്രൈവർ അവളെയും കൊണ്ട് കിണറ്റിൽ നിന്നും ഉയർന്നത്. അവളുടെ അരയിൽ കയർ കൊണ്ട് കെട്ടിക്കൊണ്ട് മെല്ലെ മെല്ലെ ഉയർത്തി. മുകളിലെത്തിയ പാടി ആരെല്ലാമോ ചേർന്നുകൊണ്ട് അവളെ ഇറക്കി കിടത്തി. വയറ് നിറയെ വെള്ളം കുടിച്ചിരുന്നുവെങ്കിലും അവളുടെ ബോധം പോയവരെ മാത്രമേ കാര്യങ്ങൾ എത്തിയിരുന്നുള്ളൂ. അവർ വന്ന വണ്ടിയിൽ തന്നെ കയറ്റി എല്ലാവരും ആശുപത്രിയിലേക്ക് വിട്ടു. കാഷ്വാലിറ്റിയിലേക്ക് അവളെ എത്തിച്ചു കൊടുത്ത ശേഷം മാത്രമാണ് അവർ ഒന്ന് ശ്വാസം വിട്ടത്. സത്യഭാമയ്ക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ഭയം അവളൊന്ന് കഴിഞ്ഞ ഉണ്ടാകുന്ന പോലീസ് ഇൻക്വസ്റ്റിന് തങ്ങൾ കുടുങ്ങുമോ എന്നതായിരുന്നു. ഈ പെണ്ണ് മരിച്ചാൽ നമ്മൾ കുടുങ്ങുമോ മോളെ? അവർ ശരണ്യയെ നോക്കി ഭയത്തോടെ തിരക്കി. പിന്നല്ലാതെ അവളെങ്ങാനും ചത്തിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മാധ്യമങ്ങളും പോലീസും പിന്നെ വീടിൻ്റെ മുറ്റത്തു നിന്നും ഇറങ്ങില്ല. ജീവനോടെ ഇരുന്ന എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തടിയൂരാമായിരുന്നു. അയ്യോ ഭഗവാനെ, കടുങ്കൈയൊന്നും ചെയ്ത് കളയല്ലേ. അവൾക്ക് ആയുസ് നീട്ടി കൊടുക്കണേ. അന്നാദ്യമായി അവർ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീടുള്ള മണിക്കൂറുകൾ ആശങ്കാഭരിതമായിരുന്നു. ഈ സമയം ഡോക്ടർ വന്ന് മഹാദേവനോട് കാര്യങ്ങൾ പറഞ്ഞു. അത്ര ക്രിട്ടിക്കലൊന്നുമല്ല. ലങ്സിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു ദിവസം ഒബ്സർവേഷൻ തുടരട്ടെ. ഡോക്ടറെ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവർക്കെല്ലാം ആശ്വാസമുണ്ടായത്. പോലീസിൽ അറിയിക്കേണ്ടതില്ല എന്ന് മഹാദേവൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആശുപത്രി അധികൃതർ അതിന് ശ്രമിച്ചില്ല. അത് സത്യഭാമയ്ക്കും ശരണ്യയ്ക്കും വലിയൊരു ആശ്വാസമായി തീരുകയായിരുന്നു. മഹാദേവനെ സംബന്ധിച്ച് മരുമകളാകാൻ പോകുന്ന പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയൊരു നാണക്കേടായിരുന്നു. മാത്രമല്ല മകനുമായി ഒരിക്കൽ പിടിക്കപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവനും ഇതിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് അയാൾക്കറിയാമായിരുന്നു. ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതിന് മാത്രം എന്താണ് ഉണ്ടായത്?
ഗായത്രി ദേവി സത്യഭാമയുടെ അരികിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ കള്ളക്കണ്ണീർ സാരിയിൽ തുടച്ചെടുത്തു. എന്തു പറയാനാ, നിങ്ങളുടെ മകനല്ലേ എല്ലാത്തിനും കാരണം. അവൻ്റെ കൂടെ ഒരു ചീത്ത പേരുണ്ടാക്കിയെന്നും പറഞ്ഞ് നാട്ടുകാർ എത്രയെന്ന് വെച്ച് അവളെ കുറ്റപ്പെടുത്തുന്നത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി എൻ്റെ കുഞ്ഞ് സഹിച്ചു. ഇനിയും വയ്യെന്ന് തോന്നിക്കാണും അതിന്. പാവം എൻ്റെ കുട്ടി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നവളല്ല. എങ്ങനെയോ ചെന്ന് പെട്ടെന്നാകാനേ തരമുള്ളൂ നിങ്ങളുടെ മോൻ്റെ വലയിൽ. എല്ലാ കുറ്റവും രുദ്രൻ്റെ മേൽ ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു സത്യഭാമ നടത്തിയത്. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്നോർത്ത് കേട്ടു നിൽക്കുകയായിരുന്ന ശരണ്യ പോലും വാവിളിച്ചു പോയി. ഇതുവഴി തങ്ങൾ നിദ്രയ്ക്ക് ചെയ്ത ദ്രോഹമെല്ലാം മാഞ്ഞു പോകുമെന്ന് കരുതിക്കൊണ്ടാണ് അവരത് പറഞ്ഞത്. മകനെ പറ്റി കേട്ടതോടെ ഗായത്രി ദേവിയുടെ മുഖം വല്ലാതെയായി. പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു എന്ന് കണ്ട് സത്യഭാമ കുടിലതയോടെ മനസ്സിൽ ചിരിച്ചുപോയി. ഇനി ആ കുട്ടി അപമാനം താങ്ങി നടക്കേണ്ടതില്ല. എൻ്റെ മകൻ തന്നെ അവളുടെ കഴുത്തിൽ താലി ചാർത്തും. മഹാദേവന്റെ ഉറച്ച ശബ്ദം കേട്ടപ്പോൾ ഞെട്ടലോടെ അമ്മയും മകളും അന്തം വിട്ടുപോയി. അവർക്ക് കാതിൽ വീണ കാര്യം വിശ്വസിക്കാനാകുമായിരുന്നില്ല. ഞെട്ടലോടെ അവർ പരസ്പരം നോക്കി. കുറേ സമയം നിശബ്ദമായി കടന്നുപോയി. അമ്മയ്ക്കും മകൾക്കും കാതിൽ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു വേള താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും സത്യഭാമ കരുതിപ്പോയി. ശരണ്യയും തറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് കരുതണ്ട. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ മോളെ കെട്ടുകയല്ലേ. വിശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പറ സാറേ. ഒരു പരിഹാസം കലർന്ന ചിരിയോടെ സത്യഭാമ അയാളെ നോക്കി പറഞ്ഞു. അവരുടെ കുടിലമായ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്ന ചിന്ത എന്തെന്നാൽ നിദ്രയെ വെച്ച് വിലപേശിക്കൊണ്ട് അവരിൽ നിന്ന് മാക്സിമം പണം തട്ടാമെന്ന് മാത്രമായിരുന്നു. ശരണ്യ അപ്പോഴും അയാളുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. വെറുതെ ഒന്നും പറയുന്ന ശീലം ഈ മഹാദേവനില്ല. ഞങ്ങൾ ഇന്ന് വന്നത് തന്നെ വിവാഹം ഉറപ്പിക്കാനായിരുന്നു. എൻ്റെ മകനുമായി നിങ്ങളുടെ കുട്ടിയുടെ വിവാഹം. മഹാദേവൻ ഒന്നുകൂടി ഉറപ്പിച്ചത് പറഞ്ഞപ്പോൾ അവരുടെ തകർച്ച പൂർണ്ണമായി അമ്മയും മകളും അന്തം വിട്ടു കുറേ നേരത്തേക്ക് പരസ്പരം ഒന്നും മിണ്ടാതെ നോക്കി നിന്നുപോയി. അവളെ പോലൊരു ദരിദ്രവാസി പെണ്ണിന് ഇങ്ങനെ ഒരു മംഗല്യയോഗം സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല. ഇതിനായിരുന്നുവെങ്കിൽ അവൾക്ക് പകരം ആ ഹോട്ടലിൽ താൻ ചെന്നകപ്പെടുമായിരുന്നു എന്ന് പോലും ശരണ്യ കരുതിപ്പോയി. അവളുടെ സൗഭാഗ്യമോർക്ക് ശരണ്യക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയും ഈ വിവാഹം മുടക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അതിനായി എന്ത് തറവേല ഒപ്പിച്ചിട്ടായാലും ഏതറ്റം വരെ പോയിട്ടായാലും വേണ്ടില്ല എന്ന് ശരണ്യ മനസ്സിൽ കരുതി വച്ചു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് സമ്മതമല്ലെങ്കിലോ? സത്യഭാമ ഒന്നും ഓർക്കാതെ അറുത്തു മുറിച്ച് അങ്ങ് പറയുന്നത് കേട്ടപ്പോഴാണ് ശരണ്യയ്ക്ക് ഇത്തിരിയെങ്കിലും ആശ്വാസം ഉണ്ടായത്. ആ കുട്ടിയുടെ ഭാവിയല്ലേ നിങ്ങൾക്ക് വലുത്. പിന്നെന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഗായത്രി ദേവിയുടെ മുഖം ഇരുണ്ടു. അത് കണ്ടപ്പോൾ സത്യഭാമ എന്തു പറയുമെന്നറിയാതെ ഒരു നിമിഷം തപ്പിത്തടഞ്ഞു നിന്നു. അവൾക്ക് സമ്മതമാകില്ല. ഒരിക്കൽ അവളുടെ മാനത്തിന് വിലയിടാൻ നോക്കിയ നിങ്ങളുടെ മകൻ്റെ കൂടെ എൻ്റെ കൂടെപ്പിറപ്പ് വരില്ല. എനിക്കത് ഉറപ്പാണ്. ശരണ്യ വിഷമസന്ധിയിൽ നിന്നും അമ്മയെ രക്ഷിച്ചു. സത്യഭാമ കൃതജ്ഞതയോടെ അഭിമാനത്തോടെയും മകളെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കി. ശരണ്യയ്ക്കാണെങ്കിൽ എങ്ങനെയും നിദ്രയുടെ കാതിലെ വിവാഹ ആലോചനയുടെ കാര്യം എത്തുമുന്നേ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കണമെന്നായിരുന്നു. ഒരു വിധത്തിലും അവളെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ശബ്ദം എഴുത്തതുപോലെയായിരുന്നു ശരണ്യ. ഒന്നിങ്ങ് വരൂ ഏട്ടൻ. ഗായത്രി ദേവി കടുത്ത അതൃപ്തിയോടെ അവരെ നോക്കിയ ശേഷം മഹാദേവനെ കൂട്ടി കുറച്ചങ്ങ് മാറി നിന്നു. അവരെന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി അമ്മയും മകളും കാത് കൂർപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഇവരധികം വിശ്വസിക്കാൻ കഴിയാത്ത കൂട്ടരാണ് കേട്ടോ. അന്വേഷിച്ചപ്പോൾ ആ കുട്ടി അത്ര മോശമൊന്നുമല്ലെന്ന് നമ്മൾ അറിഞ്ഞതല്ലേ. പിന്നെ ഇവരാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവളെ നോക്കുന്നത്. നരകതുല്യമാണ് ആ കുട്ടിക്ക് ആ വീട്. ഇവരെളുപ്പത്തിലൊന്നും ആ കുട്ടിക്ക് സന്തോഷം വരാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാതെ ഇത് നടക്കില്ല. ഗായത്രി ദേവി കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഇത്രയും റിസ്ക് എടുത്ത് ഈ വിവാഹം നടക്കണമെന്ന് നിനക്ക് നിർബന്ധമാണോ ഗായത്രി? നമുക്ക് വേറെ നല്ല ബന്ധം വല്ലതും നോക്കാം. എൻ്റെ എത്ര ഫ്രണ്ട്സിൻ്റെ മക്കളാണ് അവനെ കെട്ടാൻ തയ്യാറായി നിൽക്കുന്നത്. അവരിൽ ആരെങ്കിലും പോരെ? മഹാദേവൻ ഒരിക്കൽ കൂടി ഭാര്യയ്ക്ക് മുന്നിൽ വാദിച്ചു നോക്കി. പോരാ, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ സംസാരിക്കാം അവരോട്. അവർ മഹാദേവന് മുന്നേ നടന്നുകൊണ്ട് പറഞ്ഞു. ഒരു നിവൃത്തിയുമില്ലാതെ മഹാദേവൻ ഭാര്യയെ പിന്തുടർന്നു. ഈ വിവാഹം എങ്ങനെയായാലും ഞങ്ങൾ നടത്തും. നിങ്ങൾ എത്ര വിചാരിച്ചാലും കാര്യമില്ല. ആത്മവിശ്വാസത്തോടെ ഗായത്രി പറഞ്ഞത് കേട്ടപ്പോൾ ശരണ്യ ഞെട്ടലോടെ അവരെ നോക്കി. 25 ലക്ഷം രൂപ ഞങ്ങൾ തരും. നിങ്ങൾക്ക് ഈ വിവാഹം നടത്താനുള്ള ഒരു പാരിതോഷികം മാത്രം.
വിവാഹത്തിൻ്റെ ഒരു കാര്യം നിങ്ങളായിട്ട് മുന്നിൽ നടത്തേണ്ട, അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. അവളുടെ ആഭരണങ്ങൾ വരെ. നിങ്ങളുടെ മകളുടെ വിവാഹകാര്യം വരുമ്പോൾ അതും ഞങ്ങൾ മുന്നിട്ട് നടത്തിത്തരും. അതാണ് ഞങ്ങളുടെ ഓഫർ. എന്തു പറയുന്നു? കൈകൾ കെട്ടി അവരെ നോക്കിക്കൊണ്ട് ഗായത്രി ദേവി പറഞ്ഞു. സത്യഭാമ ഞെട്ടി പകച്ചുപോയി. അത്രയും പണം വെറുതെ കയ്യിലെത്തുന്നതോർത്ത് അവർക്ക് കണ്ണുകൾ മഞ്ഞളിച്ചു പോയിരുന്നു. അപ്പോഴും അഞ്ചലമായ മനസ്സോടെ നിൽക്കുകയായിരുന്നു ശരണ്യ.